ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 320 62ാമത്തെ ഉപനിഷത്തായിട്ട് പ്രശ്നോപനിഷത്താണ് നോക്കുന്നത്. അതിൽ പ്രശ്നം 1 5 മുതൽ 8 വരെയുള്ള മന്ത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ പിപ്പിലാദൻ പറയുകയാണ്, ഈ കാണപ്പെടുന്ന സമ്പൂർണ്ണ ജഗത്ത്, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം പ്രധാനമായും രയിയുടെയും പ്രാണന്റെയും സംയോഗത്തിൽ നിന്നും ഉണ്ടായതാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ജീവനായ വസ്തുക്കളാണ്. ജീവനായ വസ്തുക്കളിൽ 2 എണ്ണമുണ്ട്. നമ്മളെ ശരീരം ഹാർഡ്വെയർ പോലെയും അതിൻ്റെ ഉള്ളിലുള്ള ആ ജീവനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി വിശേഷം, അതിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് സോഫ്റ്റ്വെയർ പോലെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം പ്രാണനും ആ രയിയാണ് ശരീരമായിട്ട് മാറുന്നത്, ഹാർഡ്വെയർ. അപ്പം ഇത് കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആറ്റത്തിൽ തന്നെ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസും ഉണ്ട്, അതിൻ്റെ ചുറ്റുന്ന ഇലക്ട്രോണുമുണ്ട്. നടുവിലെ ന്യൂക്ലിയസ് അത് പോസിറ്റീവ് ചാർജ്, മറ്റേത് നെഗറ്റീവ് ചാർജ്. അത്തരത്തിലുള്ളൊരു കമ്പാരിസണിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. അതിലൂടെ നമുക്ക് രയി എന്താണെന്നും പ്രാണൻ എന്താണെന്നും മനസ്സിലാക്കാം. അപ്പം ഇത് പ്രത്യേക തരത്തിൽ കൂടിച്ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു കല്ലുണ്ടാകുമ്പോഴും അതിലും എന്തുണ്ട്? രയിയുണ്ട്, പ്രാണനുമുണ്ട്. പ്രാണൻ എന്ന് പറയുന്നതിനെ വേറൊരു അർത്ഥത്തിലപ്പം മനസ്സിലാക്കേണ്ടി വരും. അത് നമുക്ക് അടുത്തതിലേക്ക് ഈ പറയുമ്പോൾ മനസ്സിലാകും. അതിനാൽ അവയെ പ്രത്യേകമായി എടുത്തു പറയുവാൻ കഴിയുകയില്ല. പക്ഷെ അതേസമയം ഇതൊരു കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. അതില്ലാതെ അതിന് നിലനിൽപ്പില്ല. ഒരു ആറ്റത്തിൽ തന്നെ ഇലക്ട്രോൺ ഇല്ലാതെ ന്യൂക്ലിയസിന് നിലനിൽക്കാൻ പറ്റില്ല. ന്യൂക്ലിയസിന് അതുപോലെ തന്നെ ഇലക്ട്രോണിന് ന്യൂക്ലിയസ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പം രണ്ടും ഒരു ജോഡിയായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് അതിനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. എങ്കിലും നാം കാണുന്ന ഈ സൂര്യനെ പ്രാണനായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ട്? നമ്മൾ ഈ കാണുന്ന സൂര്യൻ പ്രാണനാണ്. സൂര്യൻ എന്ന് പറയുന്നത് കുറേ കല്ലുവെല്ലാം ഉണ്ടാക്കിക്കൊണ്ടല്ലോ, അപ്പം അത് രയിയല്ലേ. അപ്പം അതിന് എങ്ങനെയാണ്, അതിൽ പ്രാണനുണ്ടോ എന്ന് എങ്ങനെയാണ് ചിന്തിക്കുക? അപ്പം പ്രാണൻ എന്ന് പറയുന്നത് ഒരു പ്രേരക ശക്തി മാതിരിയുള്ളതാണ്. സൂര്യൻ സൗരയൂഥ സിസ്റ്റത്തിൽ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ കേന്ദ്രത്തിൽ കിടക്കുന്ന സൂര്യൻ ആറ്റത്തിലെ ന്യൂക്ലിയസ് പോലെയാണ്. അപ്പം അതൊരു പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തിയാണ് ഈ ലോകത്തിലെ എല്ലാറ്റിലും പ്രാണൻ നൽകുന്നതും എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് ഇത് രണ്ടും വേർപെട്ട് കാണാൻ പറ്റില്ലെങ്കിലും പൊതുവെ സൂര്യനെ രയിയായി കാണാം, അല്ല പ്രാണനായിട്ട് കാണാം. രയിയായി തോന്നുന്നുണ്ടെങ്കിലും, രയി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ, കട്ട മണ്ണെല്ലാം കൂടി ഉണ്ടാക്കിയ സാധനങ്ങളാണല്ലോ പലതും. മണ്ണ് എന്ന് പറയുന്നത് ഇപ്പം ഗോളങ്ങൾ, സൂര്യൻ എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന വാതകങ്ങളുടെയാണ്. നേരെ മറിച്ച് ചന്ദ്രനും അതും ഇതുമെല്ലാം ഗോളങ്ങളെല്ലാം കാണുമ്പോൾ അതെല്ലാം എന്തെല്ലോ ദ്രവ്യങ്ങളെ കൊണ്ടോ വാതകങ്ങളെ കൊണ്ടോ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ഹാർഡ്വെയറിന് സമാനമാണ്, അത് രയിയാണ്. പക്ഷേ അതേസമയം സൂര്യനെ നമ്മൾ ഇവിടെ പ്രാണനായിട്ടാണ് കാണുന്നത്. കാരണം എന്തുകൊണ്ട്? സൂര്യനാണ് നമുക്കെല്ലാം പ്രാണൻ നൽകുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം നിൽക്കുന്നതിൻ്റെ ആധാരം സൂര്യനാണ്. അതുകൊണ്ട് സൂര്യനെ നമുക്ക് പ്രാണനായിട്ട് വേണമെങ്കിൽ
കാണാം. അല്ലെങ്കിൽ പ്രാണൻ തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും പ്രാണൻ നൽകുന്ന ശക്തിവിശേഷം അതാണ് ചേതന നൽകുന്നത്. അപ്പോൾ നമ്മളിലിരിക്കുന്ന ചേതനയുടെ സ്ഥിതി സൂര്യനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നത് ഈ സൂര്യനാണ്. സൂര്യനില്ലെങ്കിൽ ഇവിടെ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. സൂര്യനാണ് ജീവൻ നൽകുന്നത്. അപ്പൊ സൂര്യനെ നമ്മൾ പ്രാണനായിട്ട് എടുക്കാം. അപ്പം അഖിലത്തിൻ്റെയും ജീവൻ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ്, ആ ജീവനെയാണ് നമ്മൾ ചേതന എന്ന് പറയുന്നത്. ചേതനാശക്തി. അതെല്ലാം ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ സൂര്യനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ ചേതനാശക്തിയുടെ ഘനീഭൂത സ്വരൂപമായിട്ട് കാണണം. ഈ എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്ന ചേതനയുടെ ഒരു കട്ട പിടിച്ച രൂപമായിട്ട് സൂര്യനെ കാണുക. കട്ട പിടിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് രയ്യായിട്ട് ചിന്തിച്ചു പോവാം. ആ നിലയിൽ ചിന്തിക്കണ്ട. ഈ എല്ലാ ജീവജാലങ്ങളുടെയും ചേതന അല്ലെങ്കിൽ ജീവൻ പ്രദാനം ചെയ്യുന്നത് സൂര്യനായതുകൊണ്ട് ഈ എല്ലാ ജീവജാലങ്ങളുടെയും ചേതനയുടെ കട്ട പിടിച്ച ഒരു രൂപമായിട്ട് സൂര്യനെ നമുക്ക് കാണാം. അതായത് സൂര്യനിലുള്ള ആകർഷണ ബലമാണ് നമ്മളെയെല്ലാം നയിച്ചു കൊണ്ടുപോകുന്നത്. സൃഷ്ടിക്ക് നമുക്ക് ജീവൻ നൽകുന്നതിന് പിന്നിലുള്ളതെല്ലാം സൂര്യനാണ്. അതുപോലെ ചന്ദ്രനെ രയ്യായിട്ടും കാണണം. അപ്പം സൂര്യൻ പ്രാണനാണ്, ചന്ദ്രൻ രയ്യാണ്. അപ്പം ചന്ദ്രനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രയി തന്നെയാണ്. അതിലോ കല്ലും മണ്ണും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സൂര്യനെങ്കിലും നമുക്ക് അത് വാതകം കൊണ്ട് തോന്നുന്നുണ്ടെങ്കിലും അത് ചേതനയുടെ ഘനീഭവിച്ച രൂപമായിട്ട് സൂര്യനെ കാണണം. ചന്ദ്രനെ രവിയായിട്ട് കാണണം. അപ്പം ഇതിനെ നമ്മൾ ആറ്റത്തിലേക്ക് എടുത്ത് നമ്മളിന്ന് ചിന്തിച്ചു നോക്കൂ. ആറ്റത്തിൽ ന്യൂക്ലിയസ് രാസപ്രവർത്തനങ്ങളിൽ ഒന്നും പങ്കെടുക്കുന്നില്ല. പക്ഷേ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് മറ്റുള്ളവയായിട്ട് കൂടിച്ചേർന്നിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ സ്ഥാനമാണ് സൂര്യനുള്ളത്. സൂര്യനാണ് പ്രേരക ശക്തി. ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അത് ചേർന്നാണ് ഈ ലോകത്തിലുള്ള ദൃശ്യമായ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രോൺ കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നില്ല. അപ്പം ഇലക്ട്രോണാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാമായി മാറുന്നത്. അതിന് സമാനമായിട്ടുള്ളതാണ് ചന്ദ്രൻ. സൂര്യൻ പ്രേരക ശക്തി, ന്യൂക്ലിയസിനെ പോലെ. ചന്ദ്രൻ നമ്മുടെ ശരീരമെല്ലാം ഉണ്ടാകുന്നതിന് പ്രേരകമായി തീരുന്ന ശക്തി. അപ്പം ചന്ദ്രനെ രയ്യായിട്ടും കാണണം. കാരണം ഇത് സ്ഥൂല വസ്തുക്കളെ പുഷ്ടിപ്പെടുത്തുന്നു. അപ്പം ചന്ദ്രനാണ് സ്ഥൂല വസ്തുക്കളെ പുഷ്ടിപ്പെടുത്തുന്നത്. ഒരാറ്റത്തിലെ ഇലക്ട്രോണാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളായിട്ട് മാറുന്നതിന് പിന്നിലുള്ളത്. അതിൻ്റെ പ്രേരക ശക്തി ന്യൂക്ലിയസാണ്. അതുപോലെ സൂര്യനാണ് പ്രേരക ശക്തി, ചന്ദ്രനാണ് ഈ ഭൗതികമായ എല്ലാ രൂപങ്ങൾക്കും പിന്നിൽ പ്രേരകയായിട്ട് നിൽക്കുന്നത്. ഭൂതതന്മാത്രകളുടെ ആധിക്യമുണ്ട്. അതുകൊണ്ട് അതിന് ഭൂതതന്മാത്രകളുടെ, പഞ്ചഭൂതങ്ങളുടെയിലൂടെയെല്ലാമാണ് ഈ ബോഡി നിർമ്മിക്കുന്നത്. എല്ലാ ജീവജാലം അതിൻ്റെ പ്രധാന പങ്കെടുക്കുന്നത് ചന്ദ്രനാണ്. സമസ്ത ജീവികളുടെയും സ്ഥൂല ശരീരം, എല്ലാ ജീവജാലങ്ങളുടെയും സ്ഥൂല ശരീരം പോഷിപ്പിക്കുന്നത് ഈ ചന്ദ്രനാണ്. അപ്പം ചന്ദ്രനാണ് ശരീരത്തിൻ്റെ കാരകത്വം. സൂര്യന് അതിൽ നിന്നും പ്രേരിപ്പിക്കുന്ന ആത്മാവിൻ്റെ കാരകത്വം.
നമ്മുടെ ഈ ശരീരത്തിൽ ഈ രണ്ട് ശക്തികളും പ്രത്യേകം പ്രത്യേകം അംഗപ്രത്യംഗങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും എന്തുണ്ട്? ഇത് രണ്ടിൻ്റെ സ്വാധീനവുമുണ്ട്. അപ്പം എല്ലാറ്റിലും എന്തുണ്ട്? ഒരാറ്റത്തിൽ തന്നെ എന്തുണ്ട്? സൂര്യൻ്റെ സ്ഥാനമായിട്ട് ന്യൂക്ലിയസും ചന്ദ്രൻ്റെ സ്ഥാനമായിട്ട് ഇലക്ട്രോണുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ അവയവങ്ങളിലും ഈ ഒരു കോമ്പിനേഷൻ ദൃശ്യമാണ്. ഇവയിൽ ജീവനശക്തി സൂര്യനിൽ നിന്നും, അപ്പം ജീവന് കാരണമായി തീരുന്ന എല്ലാ ശക്തി സൂര്യനിൽ നിന്നും, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശക്തിയും സൂര്യനിൽ നിന്നും, മാംസം മേജസ് മുതലായ മാംസം, ഈ എല്ല്, ഇറച്ചി, തോല്, ഇതെല്ലാം സ്ഥൂല ഭൂതങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചന്ദ്രനുമാണ്. അപ്പം നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശക്തിവിശേഷവും സൂര്യനായിട്ടും നമ്മുടെ ഈ ശരീരം ചന്ദ്രനുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി 6 സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പകൽ ജീവികളുടെ പ്രാണനെ തൻ്റെ കിരണങ്ങളുമായി ധരിക്കുന്നു. അപ്പം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജം, കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആകർഷണ ബലം, ഊർജം, അത് നമ്മുടെ പ്രാണനുമായിട്ട്, നമ്മൾ ശ്വസിക്കുന്ന, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന പ്രാണനുമായിട്ട് അതിന് ബന്ധമുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ചലനമനുസരിച്ചാണ് നമ്മുടെ പ്രാണൻ പ്രവർത്തിക്കുന്നത്. അത് നാഡികളിലൂടെയാണ് പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നത്. സൂര്യൻ ചലിച്ചു വരുന്ന അനുസരിച്ച് നാഡികളിലൂടെ അത് നമ്മുടെ പ്രാണനെ ചലിപ്പിക്കുന്നു. നമ്മൾ ശ്വസിക്കുന്നതെല്ലാം സൂര്യനുമായ ചലനവുമായിട്ട് ബന്ധമുണ്ട്. സൂര്യൻ്റെ ചലനവുമായിട്ട് ബന്ധിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്വാസം മുന്നോട്ടേക്ക് പോകുന്നത്. അത് തൻ്റെ കിരണങ്ങളുമായി ധരിക്കുന്നു. അത് കിരണങ്ങൾ സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ സൂര്യൻ്റെ ചലനം അനുസരിച്ച് നമ്മളെ സിങ്ക്രണൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാഡികളിലുള്ള അവയുടെ പ്രാണൻ്റെ സഞ്ചാരം. അതായത് ജീവനശക്തി സൂര്യകിരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മളെ ജീവനിലുള്ള ജീവനശക്തി അല്ലെങ്കിൽ ചൈതന്യമെല്ലാം സൂര്യകിരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് നവീന ജ്യോതിസിനെ ധരിക്കുന്നു. ഓരോ ദിവസവും അത് നവീനമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോഴും നമ്മിൽ പുതിയ പുതിയ ഊർജം നമ്മിലേക്ക് തള്ളിവിടുന്നുണ്ട്. ആ ജീവന് കൂടുതൽ കൂടുതൽ ശക്തി കിട്ടുന്നുണ്ട്. നാഡികളിലൂടെ അത് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന മാതിരി സൂര്യൻ ഉദിക്കുമ്പോൾ നാഡികളിലൂടെ നമ്മുടെ ആ ജീവനശക്തി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ദിവസവും. അതുപോലെ സൂര്യൻ എവിടെയെല്ലാം പ്രകടമാകുന്നോ അവിടെയെല്ലാമുള്ള ജീവജാലങ്ങളിൽ ചേതന ഉണ്ടാക്കുന്നു. ഇപ്പം സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലയിടത്ത് രാത്രിയായിരിക്കും, ചിലയിടത്ത് പകലാവും. പകലാകുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ സൂര്യൻ ഇന്നിവിടെയാണെങ്കിൽ, പകലായിട്ട് ഇവിടെയാണെങ്കിൽ, എതിർവശത്ത്, ഭൂമിയുടെ എതിർവശത്ത് എന്താണ്? ഇരുട്ടാണ്. സൂര്യൻ അപ്പം അവിടെ പകലാവുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം മുഴുവൻ സൂര്യൻ എല്ലാ ജീവജാലങ്ങളെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് സൂര്യനെ ഈ സമസ്ത ജഗത്തിൻ്റെയും പ്രാണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂര്യൻ ഈ സമസ്ത ജഗത്തിൻ്റെയും പ്രാണനാണ്. ഇനി 7 ജീവികളുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈശ്വനര ജഡരാഗ്നി എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി, ദഹിപ്പിക്കുന്ന അഗ്നി, അതിനെയാണ് വൈശ്വനരൻ അഗ്നി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കഴിക്കുന്ന ഭക്ഷണവും ദഹിപ്പിച്ചിട്ടാണ് ഈ ശരീരമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത്, ശരീരത്തിലെ മാറ്റങ്ങളെല്ലാം.
അപ്പം നമ്മൾ പുറത്തൊന്ന് ദഹിപ്പിക്കണ്ടിക്ക് ഇങ്ങനെ കത്തിക്കണം. ഇപ്പം ചോറെല്ലാം വെക്കണ്ടിക്കിൽ ഇറച്ചിയെല്ലാം വേവിക്കണ്ടിക്കിൽ പാത്രത്തിലിട്ട് വേവിക്കണം. അങ്ങനെയൊന്നും ശരീരത്തിൽ കത്തിക്കാനൊന്നും പറ്റില്ല. കത്തിക്കായപ്പോൾ ഈ ശരീരം തന്നെ ഇല്ലാതായിപ്പോൾ. അപ്പം ശരീരത്തിൽ വേറൊരു തരത്തിലുള്ള രാസപ്രവർത്തനത്തിലൂടെയുള്ള അഗ്നിയുടെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അവിടെ ഈ അഗ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് രാസപ്രവർത്തനത്തിലൂടെയാണ്. അതിന് ചില എൻസൈമുകളെല്ലാം സഹായിക്കുന്നുണ്ട്. ആ രാസോർജമാണ് ഭക്ഷണം ദഹിക്കുന്നതിനെല്ലാം സഹായിക്കുന്നത്. അതിനാണ് വൈശ്വരാഗ്നി എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? എല്ലാത്തെയും ദഹിപ്പിക്കുന്നു. അതുകൊണ്ട് അതും എവിടെ നിന്ന് വരുന്നതാണ്? സൂര്യൻ്റെ അംശമാണ്. ആ ഊർജം ഏതിൽ നിന്നാണ് വരുന്നത്? സൂര്യനിൽ നിന്നാണ് വരുന്നത്, ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇലയെല്ലാം പഴയെല്ലാം ഉണ്ടാക്കുന്നത് ഇലകൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താലാണ്. അപ്പം എല്ലാം ഊർജത്തിൻ്റെ സ്രോതസ് വൈശ്വരാഗ്നിയായിട്ട് ആക്ട് ചെയ്യുന്നത് സൂര്യൻ തന്നെയാണ്. അതിനാൽ അത് സൂര്യൻ്റെ അംശമാണ്. അതിനാൽ സൂര്യൻ തന്നെയാണത്. അതിനെ നമുക്ക് സൂര്യനായിട്ട് തന്നെ കാണാം. അതുപോലെ നമ്മുടെ ഉള്ളിൽ നാഡികളിലൂടെ പ്രവർത്തിക്കുന്ന സിഗ്നൽ സിസ്റ്റം ഉണ്ട്. അതിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. ശ്വാസവും അതിൻ്റെ ഭാഗം തന്നെ. ആ പ്രാണൻ 5 തരത്തിലുണ്ട് പ്രധാനമായി. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ. ഈ 5 രൂപങ്ങളിലും പ്രാണൻ വിഹരിക്കുന്നു. ഇതിലെല്ലാമാണ് പ്രാണൻ ഇങ്ങനെ 5 രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിലൂടെ നാഡികളിലൂടെ പ്രവഹിക്കുന്നത്. അതും സൂര്യൻ്റെ അംശമാണ്, അല്ലെങ്കിൽ സൂര്യൻ തന്നെ ആണ്. 8 പറയുന്നു, ഈ കിരണജ്വാലകളിൽ സൂര്യനിൽ നിന്നും വരുന്ന ആ കിരണമാണ് നമ്മളെ ശരീരത്തിലും വൈശ്വരാഗ്നിയാകിയിട്ടെല്ലാം ആക്ട് ചെയ്യുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന താപവും പ്രകാശ ഊർജവുമെല്ലാം വിശ്വത്തിലെ സമസ്ത രൂപങ്ങളുടെയും കേന്ദ്രമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും കേന്ദ്രം ഈ താപവും പ്രകാശവുമാണ്. സൂര്യനിൽ നിന്ന്, കിരണങ്ങളിൽ നിന്ന് വരുന്ന ഊർജമാണ്. അവയാണ് എന്തു പറയുന്നു? എല്ലാ വസ്തുക്കളിലെയും നിറങ്ങളും അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മളീ കാണുന്ന വസ്തുക്കളുടെ രൂപം കാണുന്നത് എങ്ങനെയാണ്? അവയിൽ നിന്ന് ഒരു ഊർജം പുറപ്പെട്ടിട്ട് ആ വസ്തുവിനെ നമ്മൾ കാണുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ സൂര്യ വെളിച്ചത്തെ കാണുന്നില്ല. അതൊരു വസ്തുവിൽ പതിക്കുമ്പോൾ ആ വസ്തുവാണ് നമുക്ക് പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ പ്രകടമാകുന്നത്. അപ്പോഴാണ് രൂപം തെളിഞ്ഞു വരുന്നത്. അപ്പം സൂര്യനിൽ നിന്ന് കിടക്കുന്ന ഈ ഊർജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിൽ നിന്നും അത് പ്രകടമാകുകയാണ്. അങ്ങനെ പ്രകടമാകുമ്പോഴാണ് ഈ രൂപം നമുക്ക് തെളിഞ്ഞു വരുന്നത്. അപ്പം എല്ലാ വസ്തുക്കളുടെയും നിറങ്ങളും, അപ്പം ഈനൊരു നിറമുണ്ട്, കണ്ണടക്കൊരു നിറമുണ്ട്, ചുണ്ടിനൊരു നിറമുണ്ട്. ഇതെല്ലാം ഈ തരത്തിൽ പ്രകടമാകുന്നത് ആ വസ്തുവിലുള്ള വൈശ്വരാഗ്നിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഊർജമാണ്. ഇതിന് ഓരോ രൂപമായിട്ട് നമ്മൾ ഈ രൂപത്തെ ഇങ്ങനെ തെളിയിച്ച് തരുന്നത്. അപ്പം എല്ലാ നിറങ്ങളും സൂര്യനിൽ നിന്നും ഉത്ഭവിച്ചിട്ടാണ് പ്രകാശിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈശ്വരാഗ്നിയായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. ഓരോ അണുവിൽ നിന്നും അത് ഊർജം പ്രകടമാക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജത്തെ അത് അബ്സോർബ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വിടും. ആ പുറത്തേക്ക് വിടുന്ന നിറമായിട്ടാണ് നമുക്ക് ശരീരത്തിന് പല നിറങ്ങളായിട്ട് ഇങ്ങനെ രൂപമെല്ലാം വരുന്നത്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തി സ്ഥാനം സൂര്യനാണ്. ഈ ജീവൻ്റെ എല്ലാം ഉൽപ്പത്തി സ്ഥാനമാണ് ഈ ജ്യോതിസ്സുകൾ. ഈ ഗോളങ്ങളിൽ നിന്നുള്ള ആകർഷണ ബലങ്ങളാണ് നമ്മളെ ജീവനെ നിലനിർത്തുന്നത്. വൈശ്വരാഗ്നി പ്രാണശക്തിയുടെ രൂപത്തിൽ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു. അത് വൈശ്വരാഗ്നിയായിട്ടാണ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് പ്രാണനെ പ്രേരിപ്പിക്കുന്നത്, പ്രാണശക്തിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. നമ്മളെ പ്രാണൻ പോകുമ്പോൾ ശരീരത്തിലെ ചൂട് എന്താവും? പോകും.
അത് എല്ലാറ്റിനെയും വഹിക്കുകയും ചെയ്യുന്നു. അത് ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു, എല്ലാറ്റിനെയും വഹിക്കുന്നത്, എല്ലാറ്റിൻ്റെയും പ്രവർത്തനങ്ങളെ അത് ഏകോപിപ്പിക്കുന്നത് ആ ശക്തി വിശേഷമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഓരോ നിറമുണ്ടാക്കുന്നതെല്ലാം ആ ഊർജമാണ്. ഈ സഹസ്രകിരണായ സൂര്യൻ, അങ്ങനെ ആയിരക്കണക്കിന് കിരണങ്ങളോട് കൂടിയ ഈ സൂര്യൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിച്ചുകൊണ്ട് ഉദിക്കുന്നു. അപ്പം സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും നമ്മുടെയും പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് അത് ഉദിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ നമ്മളെ പ്രാണനുമായിട്ട് ബന്ധിപ്പിച്ച് ശ്വാസത്തെ, ശക്തിയെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മളെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു. അപ്പം ഗ്രഹങ്ങളാണ്, പ്രത്യേകിച്ച് സൂര്യനാണ് നമ്മളെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ എല്ലാം അടിസ്ഥാന തത്വം കിടക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ചൂടും പ്രകാശവും പരത്തുക. പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഉദിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട്? പ്രപഞ്ചത്തിൻ്റെ ചൂടും പ്രകാശവും എല്ലാം, പ്രപഞ്ചത്തിന് വേണ്ട ചൂടും പ്രകാശവും എല്ലാം പരത്തുക. ജീവനശക്തിയെ പ്രദാനം ചെയ്യുക. ഓരോ ജീവികളിലെയും ജീവനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുക. ഋതുക്കളെ പരിവർത്തനം ചെയ്യുക. ഋതുക്കൾ, വസന്തം, ഗ്രീഷ്മം എന്നീ ഋതുക്കളിലൂടെയാണ് ഈ കാലചക്രം കറങ്ങുന്നത്. മഴക്കാലം, ഉഷ്ണകാലം, ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും ജീവജാലങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം അതിനനുസരിച്ചാണ്. അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട്? ഋതുക്കളെയും പരിവർത്തനം ചെയ്യിപ്പിക്കുന്നുണ്ട്. മുതലായ എല്ലാ ആവശ്യമായ കാര്യങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടാണ് അത് ഉദിച്ചുയരുന്നത്. അങ്ങനെ കാലത്തെയും എല്ലാം, ഋതുക്കളെയും മഴയെയും എല്ലാം അത് കർമ്മത്തിലേക്ക് അവരവരുടെ കർമ്മം ചെയ്യിപ്പിക്കുന്നു. അതേപോലെ നമ്മളെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട്, നമ്മളെ നാഡികളിലൂടെ പ്രാണനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളെയും കർമ്മത്തിലേക്ക് നയിക്കുന്നു. ആര്? ഈ സൂര്യൻ. അപ്പം ആ പ്രേരക ശക്തിയാണ് പ്രാണൻ. അത് സൂര്യനിൽ നിന്നാണ് വരുന്നത്.